ഹായ് സെൻസ്. Ich bin Alina George. ഉഷാറാണ്. സാവോ മേരാ മെഹബൂബ് ആയാ ഹേ നൂറെ ജഹാൻ നൂറെ മുഹബ്ബത്ത്. അപ്പുറം തിരൂരിൽ നിന്ന് വരുന്നു. 910 രൂപന്റെ അടുത്താണ്. ഇപ്പൊ 900 കൂട്ടിക്കോളി. തോട്ടം നട്ടോനേ നീയാണിഞ്ഞുവ മണവാളൻ ഹേ തമന്നാ ഹമേ തുംഹെ ദുൽഹൻ ബനായേ തെരെ ഹാത്തോं പേ മെഹന്തി. ഒന്ന് സംസാരിച്ചോളി. വരി സംസാരിക്കണം. സജിൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. ഞാനും ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. പൻവേൽ റെയിൽവേ സ്റ്റേഷനിലാണ്. കണ്ടോ, ഇതാണ് പൻവേൽ റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ AC കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ പോകുന്നത് തേർഡ് AC എക്കോണമിയിലാണ്. തേർഡ് AC എക്കോണമിയിലാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം നമ്മളെ ഫുഡൊക്കെ കഴിയേണ്ട സമയമാവും. അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പം ഇനി അതല്ല, ഫുഡില്ലാത്ത ഒരിക്കലും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പൻവേൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ AC കമ്പാർട്ട്മെൻറ്റുകളുടെ അടുത്തൊക്കെ ഇതേപോലെ ഫുഡ് കൊടുക്കും. 100 രൂപ 110 രൂപ ആയിരിക്കും ഫുഡിൻ്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റും. ഉണ്ടോ, ആളുകൾ കൊണ്ടുവരുന്നുണ്ടോ ഫുഡ്. ഇതേപോലെ ഒരു പൊതിയിൽ മീൻകറി, നമ്മുടെ നാട്ടിലത്തെ ചോറ്, പപ്പടം, അച്ചാറ്, ഒരു മീൻകറി സാധനങ്ങളുണ്ടാവും. ഓയ് സെറ്റല്ലേ? അത് നമ്മളെ സച്ചിൻ തയ്യിൽ, നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ കൂടെ ഉള്ള ഒരു ഫാമിലി മെമ്പറാണ്. അപ്പോൾ ഇതാണ് മുംബൈ പൻവേൽ റെയിൽവേ സ്റ്റേഷൻ. ആണോ, മേമോ വണ്ടികൾ, അതായത് മുംബൈയിലൂടെ മാത്രം പോകുന്ന വണ്ടികളുണ്ടല്ലോ, ആ വണ്ടിയാണത്. മുംബൈയിലൂടെ മാത്രമല്ല, ചില സ്ഥലങ്ങൾ ഇപ്പോൾ കേരളത്തിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് മേമോ പാസഞ്ചേഴ്സ്, ആ വണ്ടിയാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭീമമായിട്ടുള്ള ഫൈൻ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതാണ് ടിക്കറ്റ്. ഇപ്പോൾ നമ്മൾക്ക് AC കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ സ്ലീപ്പറിൽ യാത്ര ചെയ്യണം. നമ്മളെ കൂടെ ഇപ്പോൾ ഞങ്ങളൊരു 10 പേരുണ്ട്, ഒരാൾക്ക് മാത്രം ടിക്കറ്റ് ഇല്ല. ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത് ഒരു ജനറൽ ടിക്കറ്റ്, ഇപ്പോൾ ടിക്കറ്റ് ഇല്ലാത്ത ആളുണ്ടല്ലോ, ആ ആൾക്ക് എന്ത് ചെയ്യുക, അതായത് ബാക്കി 9 പേർക്കും ടിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി 5 പേർക്ക് ടിക്കറ്റ് ഉണ്ട്, 5 പേർക്ക് ടിക്കറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരാൾക്കാണെങ്കിലും ജനറൽ ടിക്കറ്റ് എടുക്കുക. ജനറൽ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറുക, എന്നിട്ട് TTRോട് പറയാം. അപ്പോൾ സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ അവർ തരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 5 പേർക്ക് കൺഫേം ടിക്കറ്റ് ഉണ്ട്, നമുക്ക് 5 പേർക്കില്ല, ആ 5 പേരുടെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ജനറൽ ടിക്കറ്റ് ആകുമ്പോൾ നമുക്ക് കയറാൻ പറ്റും. പക്ഷേ ജനറൽ ടിക്കറ്റിൻ്റെ എമൗണ്ട് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ ആ AC കമ്പാർട്ട്മെൻറ്റിലാണ് കയറണമെങ്കിൽ AC കമ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ എമൗണ്ട് പ്ലസ് എന്തൊരു ഫൈൻ 250, പിന്നെ ടോട്ടലി ഇപ്പോൾ 2200 ടിക്കറ്റ് ആണെങ്കിൽ 2900 രൂപ വരെ കൊടുക്കേണ്ടി വരും. TTR പോവാം. ഒപ്പം എന്ത് ചെയ്യുക, റെസീപ്റ്റ് എഴുതി വാങ്ങണം. റെസീപ്റ്റ് എഴുതി വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1000 രൂപ 2000 രൂപ ഒക്കെ TTRമാർ, കൈക്കൂലി വാങ്ങുന്ന TTRമാരുണ്ടാവും. അതുപോലെ കീശയിലേക്ക് പോകും. 8 മണിക്കൂർ കഴിഞ്ഞാൽ വേറെ TTR വരും. അപ്പോൾ നമുക്ക് ആ പൈസ എന്ത് ചെയ്യും, പോവും, ബാത്തിലാവും. അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്ത് ഫൈൻ വാങ്ങുകയാണെങ്കിലും അത് എഴുതി വാങ്ങാം, വ്യക്തമായിട്ട് എഴുതി വാങ്ങാം. ഫൈൻ ഇല്ലാതെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 1000 രൂപയ്ക്ക് ടിക്കറ്റ് ഇടും. പക്ഷേ ഫൈൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2000 രൂപ കൊടുക്കേണ്ടി വരും. അതായത് ഫൈൻ എഴുതി വാങ്ങിയിട്ട് എഴുതിയിട്ട് തരികയാണെങ്കിൽ 2000 രൂപ കൊടുക്കേണ്ടി വരും. എഴുതി തരാതെ കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ. പക്ഷെ വിഡിത്തം കാണിക്കരുത്. ഒരു TTR 8 മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മംഗള ലക്ഷദ്വീപിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കൊച്ചുവേളി, അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ 4-5 TTRമാർ നമുക്ക് അറ്റ് എ ടൈം ഓരോ നമ്മൾ ഈ 48 മണിക്കൂറിനുള്ളിലുള്ള യാത്രക്ക് വന്നു പോകും. അപ്പോൾ അത്രയും TTRമാർക്ക് പിന്നെ പൈസ കൊടുക്കേണ്ടി വരും, സീറ്റ് കിട്ടില്ല. അപ്പോൾ എഴുതി വാങ്ങാം. ഇനി കൺഫേം സീറ്റ് തന്നിട്ടില്ലെങ്കിലും എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ട്രാവൽ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ ടിക്കറ്റ് ഇല്ല, അങ്ങനത്തെ സാഹചര്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ജനറൽ ടിക്കറ്റ് എടുക്കുക, TTRോട് പോയി സംസാരിക്കുക. ടിക്കറ്റ് ഉണ്ടെങ്കിൽ തരും, അല്ലെങ്കിൽ ഫൈൻ അടിച്ചിട്ട് AC-യിൽ ട്രാവൽ ചെയ്യുക, എവിടെയെങ്കിലും വാക്കൻസി സീറ്റിൽ ഇരുന്ന് പോകേണ്ടി വരും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, വ്യക്തമായിട്ട് അവരോട് ചോദിച്ചു നോക്കുക. അപ്പോൾ ഇനി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഫൗളാണ്, ഫൈന് നല്ലൊരു എമൗണ്ട് വരും. ഇനി അതല്ല, ജെന്യൂൻ കേസിൽ ഇപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയി, ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ഉറങ്ങി, ഇപ്പോൾ നമ്മൾ ഷൊർണൂർ നിർത്തേണ്ടതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എറണാകുളം പോയാണ് ഇറങ്ങിയത് കൂട്ടിക്കൊള്ളി. നമ്മൾ ജെന്യൂൻ കേസാണെങ്കിൽ ശരിക്ക് അവരെന്ത് ചെയ്യും,
ജെന്യൂൻ കേസല്ല, അവർ വന്നിട്ട് ഭയങ്കര ഭീമമായിട്ടുള്ള എമൗണ്ട് ഫൈൻ എഴുതും. ഇപ്പോൾ 2000 രൂപ ടിക്കറ്റ് ആണെങ്കിൽ 6000 രൂപ ഫൈൻ എഴുതും. അപ്പോൾ വ്യക്തമായിട്ടുള്ള കാരണം നമ്മളടുത്തുണ്ടെങ്കിൽ, അറിയാതെ ഉറങ്ങിപ്പോയതാണെങ്കിൽ എന്തായാലും ഫൈൻ നമ്മൾ എടുക്കേണ്ടി വരും. അവരോട് പറയാം കംപ്ലയിൻറ്റ് ചെയ്താണ്. കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ മജിസ്ട്രേറ്റിൽ നമ്മൾ ഹാജരാവേണ്ടി വരും അവർ പറയുന്ന ദിവസം. അതായത് TTRമാർ നമ്മളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതും, നമ്മുടെ ഒരു പോലീസിന് കൈമാറും. പോലീസ് എന്ത് ചെയ്യും, നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും, കംപ്ലയിൻറ്റ് കാര്യങ്ങൾ. അവർ പറയും 500 രൂപ എന്ന് കഴിഞ്ഞാൽ ഒതുക്കാന്നൊക്കെ പറയും. 500 എന്നല്ല, നല്ല പൈസ വരും. ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലെങ്കിൽ 500 അറിയും. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ 500 അപ്പോൾ കൊടുക്കരുത്, എഴുതി വാങ്ങാം. വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, കംപ്ലയിൻറ്റ് കാര്യങ്ങൾ എഴുതുക, നമ്മൾക്ക് സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയതാക്കുക. അവർ റെയിൽവേ മജിസ്ട്രേറ്റ് അവർ ഡേറ്റ് പറയും, ആ ഡേറ്റിൽ നമ്മൾ അവിടെ ഹാജരാവുക, നമ്മളെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുക. സിമ്പിളാണ്. കയറിപ്പോയി കഴിഞ്ഞാൽ 600-700 രൂപ കൊടുക്കേണ്ടി വരും. നമ്മളത് ജെന്യൂൻ കേസാണെങ്കിൽ പൈസ കൊടുത്ത് പോരാം. അല്ലെങ്കിൽ അവർ പറയുന്ന 5000-6000 ഒന്നും ഫൈൻ ഇട്ടേണ്ട ഒരു ആവശ്യമില്ല. കാരണം എനിക്കൊരു അനുഭവം ഉണ്ട്. നമ്മൾ ട്രിപ്പ് പോരുന്ന സമയത്ത് കാസർഗോഡത്തെ കുറച്ച് കുട്ടികളെ 80 കുട്ടികളെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ്. 2 പേര് ഉറങ്ങിപ്പോയി. ടിക്കറ്റ് കാസർഗോഡ് വരെയുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു. കോഴിക്കോട് കയറി, കോഴിക്കോട് വരെ ഇറങ്ങി. പക്ഷേ ടിക്കറ്റ് എന്ത് ചെയ്തു, കോഴിക്കോടല്ല ഷൊർണൂർ വരെ ഒരു യാത്ര ചെയ്തു. അപ്പോൾ ടിക്കറ്റ് ആകെ പ്രശ്നമായി, അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല ട്രെയിൻ വന്നു, ഇങ്ങനെ വണ്ടിയിൽ ഒരിക്കലും കയറരുത്. ഇത് ഓടി കയറാണ്, ഇതുണ്ടോ, ഈ കയറിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് കാല് പോയി കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഫൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ റെയിൽവേ മജിസ്ട്രേറ്റിൽ ഹാജരാവുക, നമ്മളെ കാര്യങ്ങൾ പറയാം കോടതിയിൽ. ഓക്കെ, അത് സാധാരണ നമ്മളെ മറ്റേ കോടതിയല്ല കേട്ടോ, റെയിൽവേ കോടതി വേറെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൻവേലിലാണ്. മേമോ ട്രെയിൻ കേട്ടോ, മുംബൈയിലൂടെ ഓടി പോകണം. ഇതാണ് വടാപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രദർ. അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് ഫുഡ് ഒഴിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങനെ ഫുഡ് ഇതിൽ ചോറ്, മറ്റേ ഒരു മീൻകറി, പിന്നെ ഒരു പ്ലേറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സെറ്റല്ലേ? അപ്പം ഇനി ഇതെല്ലാവർക്കും നോട്ട്, ഇതിൽ പപ്പടമൊക്കെ ഉണ്ട്. ഓക്കെ, സെറ്റല്ലേ? അപ്പം ഇനി നമ്മളിത് എല്ലാവർക്കും കൊടുക്കും. ഒരു ബാക്കി നമ്മുടെ ഒരു ബ്രദർ ഇവിടെ ഉണ്ട്. ഹായ്, നമ്മൾ മുന്നേ ഒരു റീലിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ആളെ. ഇതെന്ന് വെച്ചാൽ ചായ വാങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചായ കൊണ്ടുവരിക, ഫുള്ള് പാക്ക്ഡ് ആയിട്ടുള്ള, അതായത് ചൂടുവെള്ളം മാത്രമായിരിക്കും സമാവറിലുണ്ടാവുക. പിന്നെ എന്ത് ചെയ്യും, ഇതേപോലത്തെ ഈ ചായൻ്റെ പൊടി, അതേപോലെ തന്നെ കോഫി പൗഡർ സംഭവങ്ങളൊക്കെ ഇതാക്കും. ഇതേപോലെ സാധനം വാങ്ങരുത്, ഇതാണ് ബെറ്റർ. ഓക്കെ, അതിൽ നമുക്കുള്ള അതായത് അതിൽ ചായപ്പൊടി സകല സാധനങ്ങളിലുണ്ടാവും. ചൂടുവെള്ളം മാത്രമായിരിക്കും മിക്സ് ചെയ്തിട്ടാവും. നമ്മളെ മുന്നിൽ നിന്നാണ് മേക്ക് ചെയ്യുക. മറ്റൊക്കെ വെള്ളം ചൂടുവെള്ളമാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത് സേഫ് ആയിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാങ്ങുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കാക്ക ഫുഡ് കഴിക്കാണ്. സെറ്റല്ലേ? ഇതിൽ മീൻകറി, ഒരു വൻപയറിൻ്റെ കറി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനും എല്ലാവർക്കും പപ്പടം വിതരണം ചെയ്യാണ്. അവലുണ്ട്, ഇതിലൊരു മീൻകറി, ഇതൊരു കറിയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ വൻപയറുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പിന്നെ മീൻകറി ഉണ്ട് ഇതിനുള്ളിൽ, പിന്നെ ചോറും. ഇത് നമുക്ക് മുംബൈയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഓക്കെ, മുംബൈയിൽ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ പുറത്ത് ഇറങ്ങി കാണാൻ കിട്ടും, വാങ്ങാൻ പറ്റും. ഇതൊക്കെ കഴിക്കുക, സെറ്റാക്കുക. ഓക്കെ, നമ്മളിങ്ങനെ പത്തിരി സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇതേപോലെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വീഡിയോയിൽ കാണിയില്ല, അങ്ങനെ ഡ്രൈ ആയിട്ട് കാണണം. കംപ്ലൈൻറ്റും ഇല്ല, നമുക്ക് അടിപൊളിയായിട്ട് ഒരാളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അങ്ങനെ എടുക്കുക. ദീർഘനേരത്തെ യാത്രകൾക്കൊടുവിൽ, അതായത് 4:57 ഇന്ന് 18-ാം തീയതി, ഇന്നലെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് അഡ്വഞ്ചറാണ് ഞാൻ കാണിച്ചത്. അഡ്വഞ്ചർ ഇൻ ദ സെൻസ്, ഇതിപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ നിർത്തി പോകാനായിട്ടുണ്ട്. 4:58 ഇത് എവിടെയാണ് സ്റ്റേഷൻ? ഭയ്യാ, സ്റ്റേഷൻ നാം ക്യാ?
ദേവുലാലി മഹാരാഷ്ട്ര തന്നെയുണ്ടോ ഇപ്പോൾ ഉള്ളത് ആണോ? ഇങ്ങനെ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇവിടെ ഉള്ളത് ബ്ലാക്ക് കളർ ഓട്ടോ ഉണ്ടോ. നോർത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അവിടെ ഫുള്ള് CNG വെഹിക്കിൾസാണ്. ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആളുകൾ നമ്മളെ ഇത് M2 ആണ്. നമ്മുടെ പക്ഷേ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകളുണ്ട്, പോലെ കാണിച്ചു തരാം. അതായത് നല്ല രസമാട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലേ, നൈസാണ്. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ബോഗി. നമ്മളെ കൂടെ വന്ന ഓരോ സഹോദരന്മാർ ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ അഷ്കർ ഭായി. സംസാരിക്കൂ, രണ്ടു പേർക്ക് ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് അഷ്കർ, ഞാൻ കണ്ണൂരിൽ വരുന്നത്. വഴി കാണാം. സെറ്റല്ലേ? ഓക്കെ, പരിചയപ്പെടുത്ത്. എൻ്റെ പേര് മുഹമ്മദ് ജയാൻ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, എറണാകുളത്ത് നിന്നാണ് കയറിയത്. എങ്ങോട്ട് പോണ്? ഡൽഹി, കാശ്മീർ. സെറ്റല്ലേ? ഇത് നമ്മളെ യാത്രികരാണ്. പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് നിതിൻ. ഞാൻ പറഞ്ഞു കൊടുക്കാം. നമ്മളെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മളെ. പറഞ്ഞോ. എൻ്റെ പേര് നിതിൻ. ഞാൻ ജർമ്മൻ്റെ എക്സാം ചെയ്യാൻ വേണ്ടി ഡൽഹി പോയതാണ്. പോയതാണ്? പോകണയാണ്. സെറ്റല്ലേ? ഓക്കെ. നേഴ്സുമാരാണ്. ജർമ്മനിയിൽ എന്താവശ്യത്തിന് പോയി കഴിഞ്ഞാൽ ജർമ്മൻ പ്രസിഡന്റിന്റെ ആൾക്കാരാണ്. ജർമ്മനിൽ എൽദോ സൈനോ ഇസ്തോ എന്താ പറയണ്ടേ? ജർമ്മനിയിൽ എങ്ങനെയാണ് പേര് പറയാൻ പറഞ്ഞേ? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ജർമ്മനി ചോദിക്കുന്നത് വി ഹൈസെൻസി എന്നാണ്. വി ഹൈസെൻസ്? ഇഷ് ബിൻ അലീന ജോർജ്. ഇങ്ങോട്ട് ചോദിക്ക്. വി ഹൈസെൻസി? എസ്മി ഷഫീഖ്. ഓക്കേ, ഗുഡ് സർ, ഗുഡ് സീർ ഗുഡ്. ജർമ്മനിയിൽ സംസാരിക്കുക. ജർമ്മനിൽ സംസാരിച്ചു. ജർമ്മൻ ഭാഷയിൽ എന്താ സംസാരിക്കണ്ടേ? എന്ത് സംസാരിച്ചോ? ഞങ്ങൾ ഒരു യാത്രനെ കുറിച്ച് സംസാരിച്ചു. എൽദോ സൈനോ ഇസ്തോ അറിയ. രണ്ട് വാക്ക് ജർമ്മനിൽ, രണ്ട് വാക്ക് പരിചയപ്പെടുത്തും. സെൽഫ് ഇൻട്രൊഡ്യൂസ്. ഓക്കെ, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇഷ് ഹൈസെ അലീന ജോർജ്. ഇഷ് ബിൻ ക്രാങ്കൻഷെസ്റ്റർ ഫോൺ ബറൂഫ്. ഇഷ് komme aus വയനാട്. രാഹുൽ ഗാന്ധി കീജെ. വോട്ട് ഫോർ നാളേക്കായിട്ട് അല്ലേ? സെറ്റ്. യാത്രയുടെ വഴിയിൽ വെച്ചാണ് ഞങ്ങൾ ഇവരെ കണ്ടുമുട്ടുന്നത്. ഷെഫീഖ് ഇക്കാലെ, അങ്കുടെ ചേട്ടൻ മാമൻ എന്ന് പറയുന്നു. നല്ല മികച്ച. പിന്നെ ഞങ്ങൾക്ക് അടിപൊളി ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ പട്ടിണി എടുത്തില്ല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൂടെ യാത്രക്ക് വരണ ഇതിലേറെ ഉഷാറാവൂല്ലേ? ഓക്കെ. ഇത് നമ്മൾ വഴി കണ്ടുപിട്ടിയ ആളുകളാണ്, എന്നാലും ഒരിക്കൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എക്സാമിന് വേണ്ടി ഡൽഹി. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഉഷാറാട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ നമ്മളെ മുർഷിദ ഫോണിലാണ്, കടന്നിറങ്ങണം. ഓക്കെ, സിയാദിക്കട്ടെ. ഏയ് സംസാരിക്കൂ, വരി. നമ്മൾ വിളിക്കണ്ട, ആരോ വിളിക്കണ്ട്. ഒന്ന് സംസാരിച്ചു. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. പരിചയപ്പെടുത്ത്. എന്തും പറഞ്ഞോളി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പറയും. പറഞ്ഞോളി. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. വീട്, പേര്, ഇഷ്ടം. ഞാൻ പിന്നെ വരാം. അപ്പോൾ നമ്മുടെ സെറ്റല്ലേ? കേറൂ. അപ്പോൾ നമ്മുടെ ഒരു പാട്ട് പാടൂ. ജസ്റ്റ് പിടിക്കോ, നമ്മളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് ഹിബ തസ്ലീം.
ഇവിടെ ഇരിക്കും. ആ നമ്മളെ കൂടെ വന്ന ആളുകളാണ്. അപ്പോൾ 2 വാക്ക് സംസാരിക്കും. ആ ഇപ്പോൾ ഒരു പാട്ട് പാടി അറിഞ്ഞോ, പാടിക്കോളി. എൻ്റെ പേര് ഇസ്ഹാക്ക്. ഞങ്ങൾ ഇന്നലെ തെജൂരിൽ നിന്ന് 4:30 ട്രെയിൻ വന്നത്. ഇതുവരെയുള്ള യാത്ര വളരെ രസകരമായിരുന്നു, നല്ല ഉഷാറാണ്. പിന്നെ എന്താ ഇക്കാണെങ്കിൽ കറക്റ്റ് ടൈമാണ്. മൂപ്പരൊരു മാനറിസം നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മളെ ഒരു ക്യാരക്ടറിന്. ഓക്കെ, അതായത് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4:30 കറക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം. പിന്നെ 30 ഇന്നലെ കിടന്നുറങ്ങിയ സമയത്ത് നമ്മളെ മാനറിസങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമുക്ക് ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പറയും, പരിചയപ്പെടുത്തണം. രണ്ട് വാക്ക് ഒരു കുടുംബത്തോട് 2 വാക്ക് മൂളാണ്. बारों फूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. बारों फूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. അടിപൊളി 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 അടിപൊളി. മെഹബൂബ് ആയാ ഹേ. അടുത്ത 2 വരി ഇവന് ജസ്റ്റ് 2 വാക്ക് ഒന്ന് പാടിയോ? ഓക്കെ.